എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മുടെ രക്ഷയിൽ പിതാവാം ദൈവത്തിനുള്ള പങ്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും പാപം ചെയ്ത് ഈ ഭൂമിയിൽ പ്രവാസത്തിൽ കഴിയുന്ന മാനവരാശിയുടെ മനസ്സാന്തരവും നീതീകരണവും അതിലൂടെ തിരികെ ലഭിക്കേണ്ട ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടുപോയ ദൈവത്തോടുള്ള സഹവാസമാകുന്ന രക്ഷയും ദൈവഭരണത്തിന് കീഴിലുള്ള ദൈവരാജ്യത്തിൽ വസിച്ച് വിശുദ്ധിയുടെ പടവുകൾ താണ്ടി പ്രവാസം വിട്ട് അവിടുത്തെ ദാനമാകുന്ന സ്വർഗീയ ഭവനത്തിലെ അംഗത്വവും ദൈവത്തോടൊപ്പമുള്ള ജീവിതമാകുന്ന നിത്യരക്ഷയും സാധ്യമാക്കുന്നതിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പങ്കുണ്ട്. അതിൽ ഒന്നാമത്തേതായ രക്ഷയിൽ പിതാവാം ദൈവത്തിനുള്ള പങ്കിനെപ്പറ്റി ഇന്ന് നമുക്ക് ചിന്തിക്കാം. യഹൂദന്മാർക്ക് അവരുടെ ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നത് ഉറപ്പും ധൈര്യവും നൽകിയിരുന്നത് പോലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചുയർത്ത ക്രിസ്തുവിനെ അയച്ച പിതാവിനെ വാഴ്ത്തുന്നതാണ് ഉറപ്പും ധൈര്യവും. 1 യോഹന്നാൻ 3:1 കൂടി വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. അതായത് രക്ഷയുടെ വെളിപ്പാടിൻ്റെ ഉദ്ഘാടകൻ നമ്മെ സ്നേഹിക്കുന്ന പിതാവാം ദൈവമാണ്. 2, ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. അതായത് പാപത്തിൽ വീഴുന്ന മനുഷ്യനെ പുത്രനിൽ കൂടി രക്ഷിക്കുവാനുള്ള പിതാവാം ദൈവത്തിൻ്റെ പദ്ധതി പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ഉള്ളതാണ്. അതാണ് ഈ വേദഭാഗത്തിൽ കാണുന്നത്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. എഫേസ്യ ലേഖനം 1:4-5-6. 3, പിതാവാം ദൈവത്തിൻ്റെ സ്വാഭാവിക പുത്രൻ ക്രിസ്തുവാണ്. ആ സ്വാഭാവിക പുത്രനാകുന്ന ക്രിസ്തുവിൽ കൂടി നമ്മെ ദത്തെടുക്കുവാൻ അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. പുത്രനിൽ വിശ്വസിക്കുകയും സ്വർഗരാജ്യത്തിലെ ജീവിതക്രമം പാലിക്കുന്നതിലൂടെ നാം പിതാവിൻ്റെ ദത്തുപുത്രന്മാരായി തീരുകയും ചെയ്യുന്നു. ഗലാത്യർ 4:5, 3:26, എബ്രായർ 2:10 എന്നിവ ഇത് വെളിവാക്കുന്നു. പ്രിയമുള്ളവരെ, അനർഹരായിരുന്ന നമ്മെ അർഹരാക്കി തീർക്കുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷ പ്രാപിക്കേണ്ടതിന് പകരം സൃഷ്ടിച്ചവനെ മറന്ന് സൃഷ്ടിയെ ഭജിച്ച് പ്രവാസത്തിലെ മ്ലേച്ഛതകളിൽ രസിച്ച് ജീവിതം പാഴാക്കിയാൽ ക്രിസ്തു കഷ്ടമനുഭവിച്ചത് വെറുതെയാകുകയും മുടിയനായ പുത്രന് നഷ്ടപ്പെട്ടതുപോലെ പിതൃവാത്സല്യവും സ്നേഹവും ഭവനവും അവിടുത്തെ സഹവാസവും എന്നേക്കുമായി നഷ്ടപ്പെട്ട് നമ്മുടെ ആത്മാവ് നിത്യനരകത്തിലേക്ക് പതിക്കും. അപ്പോഴുണ്ടാകുന്ന ആത്മാവിൻ്റെ വേദന നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം മുറിച്ചു മാറ്റുന്നതിലും ഒരിക്കലും ഉണങ്ങാത്ത മുറിവിലും കഠിനമായിരിക്കുമെന്ന് ഓർക്കുക. പ്രവാസത്തു നിന്നുള്ള മടക്കത്തിനായി മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെടുവാൻ പിതാവ് പുത്രനിലൂടെ നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. ആ ക്ഷണം സ്വീകരിക്കുക. നമ്മുടെ സ്വന്തം രാജ്യത്തിലേക്കും ഭവനത്തിലേക്കും മടങ്ങുവാൻ ഒരുങ്ങുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.